ജൂൺ 19 വായനാ ദിനം. ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് PN പണിക്കരുടെ ചരമവാർഷികത്തോട് അനുബന്ധിച്ചാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. അദ്ദേഹം കേരളത്തിൽ വായനയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അക്ഷീണം പ്രവർത്തിച്ച വ്യക്തിയാണ്. 1945 തിരുവിതാംകൂറിൽ ഗ്രന്ഥശാല സംഘം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഏകദേശം 6000-ഓളം ഗ്രന്ഥശാലകൾ കേരളത്തിൽ രൂപീകൃതമായി. കേരള സർക്കാർ 1996 മുതൽ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. 2017 മുതൽ ജൂൺ 19 ദേശീയ വായനാ ദിനമായും ആചരിക്കാൻ തുടങ്ങി. പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കാനും പുസ്തകങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് വായനാ ദിനമായി ഈ ദിവസം ആചരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 19 പുസ്തക വായനയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലംപേരിയിൽ പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചു. 1995 ജൂൺ 19 തന്റെ 86-ാം വയസ്സിൽ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം അന്തരിച്ചു. നമ്മൾ ഈ കാണുന്നത് അലങ്കാടിൽ പ്രവർത്തിക്കുന്ന ജനതാ ഗ്രന്ഥശാല കുടുംബം. വായനയുടെ പ്രാധാന്യം ഇപ്പോൾ കുറഞ്ഞു വരുന്നതുകൊണ്ടാകാം വായനശാലയിലേക്ക് കുട്ടികളെയും യുവരെ മുതിർന്നവരെയൊന്നും കാണുവാനില്ല. ഒരു കാലത്ത് പുസ്തകമെടുക്കാനും പുസ്തകം വായിക്കാനും പത്രം വായിക്കാനും അതുപോലെ വിനോദങ്ങളിൽ ഏർപ്പെടുത്താനൊക്കെ ഇവിടെ വൻ തിരക്കായിരുന്നു. ഇവിടെ ഒരു നഴ്സറി സ്കൂളും പ്രവർത്തിച്ചിരുന്നു. അതുകൂടാതെ TV എത്തിയതോടുകൂടി TV കാണാനും ഇത് വൻ തിരക്കായിരുന്നു. ക്രിക്കറ്റ് കളി പോലുള്ള വിനോദങ്ങൾ, ക്രിക്കറ്റ് കളി ബോർഡുകളിലേക്ക് വരുമ്പോഴൊക്കെ നിറഞ്ഞ ആളുകളും അതിനകത്തും പുറത്തും ഒരു സിനിമ കാണാനൊക്കെ അകത്ത് നിറച്ച ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ ജനലിൽ കൂടെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. ആഴ്ചയിൽ ഒന്ന് വരുന്ന ചിത്രഗീതവും സിനിമയിലേക്ക് കാണാൻ വേണ്ടി വൻ തിരക്ക് തന്നെയാണ് പ്രവർത്തനം. അതുപോലെ ക്യാരംസ് കളി, ചെസ് കളി, ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ ചില കുട്ടികളെ ക്യൂ നിന്നിരുന്നൊരു കാലഘട്ടം. ഇതൊക്കെ ഒരു ഓർമ്മകൾ മാത്രം. മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി ആയിരിക്കാം കുട്ടികളുടെ കൂട്ടായ്മയും വലിയവരുടെ കൂട്ടായ്മയും ചെസ് കളിക്കാനുള്ള വരവ് ഒന്നും കാണാനില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വായിച്ചു വളരാനുള്ള കഴിവിനെ വളർത്തിയെടുക്കുന്നതിന് ജനതാ ഗ്രന്ഥശാലയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. അതിനുവേണ്ടി അക്ഷരം പ്രവർത്തിച്ച മുൻ തലമുറയിൽപ്പെട്ടവരും ഇത്തലമുറയിൽപ്പെട്ടവരും ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല. നാളുകളിൽ പുസ്തക വായനയെക്കുറിച്ച് കൂടുതൽ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായി, കുട്ടികൾക്കുണ്ടായി. ഈ ഗ്രന്ഥശാലകളിലേക്കൊക്കെ കൂടുതൽ കുട്ടികളൊക്കെ എത്തിക്കുകയും വായിക്കാനുള്ള അധരമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനൊരു മാറ്റം വരാം. അങ്ങനെ മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു നല്ല ഭാവി കുട്ടികൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക.